പക്ഷെ ഇന്ന് ഞാൻ ഫ്രീ ആയിട്ടുണ്ടോ? അപ്പൊ ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ ഓരോ വേദികളിൽ ചീഫ് ഗസ്റ്റ് ആയി പോകാൻ പറ്റട്ടെ. ഈ യൂണിയൻ ഇനോഗ്രേഷനും ഈ അടുത്ത വർഷവും നിങ്ങളുടെ യൂണിയന്റെ എല്ലാ ഇവന്റ്സിലും നിങ്ങളുടെ സാന്നിധ്യമായി സജീവമായി നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടും ഒപ്പം ഉടനെ ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാനും വർക്ക് ചെയ്യാനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് BMC. എപ്പോഴും ഇവിടെ വരുമ്പോൾ ഈ എനർജിയാണ് ഞങ്ങൾക്ക് എപ്പോഴും വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാനുള്ള ഒരു കാരണമാകുന്നത്. ഇടയ്ക്കൊക്കെ ഇതിലെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ നിങ്ങളെ കുറെ പേരെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു വ്യത്യാസമില്ല. ഇടയ്ക്ക് പാട്ടൊക്കെ വെച്ച് വൈകുന്നേരം ഞാനിതിലെ പോകാറുണ്ട്. അപ്പൊ കൈവീശി കാണിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഒരു ഉച്ചയൂടൊക്കെ കഴിഞ്ഞ് കാറിന്ന് ഉറങ്ങാൻ നമ്മളെ ഇത്രയും ആവേശത്തിലാക്കുന്നത് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ സിനിമ പറഞ്ഞോളെ, ഞങ്ങളുടെ സിനിമ രേഖാചിത്രം ജനുവരി 9 മറ്റന്നാള് തിയേറ്ററിൽ ഇറങ്ങാണ്. അപ്പൊ ഇവിടെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണല്ലേ? എന്തായാലും പോയി കാണാം. അപ്പൊ നിങ്ങളുടെ യൂണിയന് ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നിങ്ങൾ നമ്മുടെ സ്നേഹത്തിനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. ഹലോ BMC, രേഖാചിത്രം കൂടെ പറഞ്ഞ ഒരു മിസ്റ്ററി ത്രില്ലറൊന്നുമല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്ന് പറയുന്ന ജോണിൽ വരുന്ന സിനിമയാണ്. ഒരു ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ജോണിൽ വരുന്ന സിനിമയാണ്. മറ്റന്നാളാണ് റിലീസ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. റിലീസിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്തായാലും അതൊക്കെ പുറത്ത് വരും. കുറച്ചൊക്കെ സസ്പെൻസ്, സിനിമയിലെ സസ്പെൻസ് അല്ല, അതിൻ്റെ ഒരു പശ്ചാത്തലവും അതിൽ ചില സർപ്രൈസുകൾ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊക്കെ ഇപ്പം അറിയാം. അത് തിയേറ്ററിൽ തന്നെ നിങ്ങൾ കാണുക, 9 കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പ്ലേസ് ഭയങ്കര ഫെമിലിയർ ആണ്. ബിക്കോസ് അതിന് തൊട്ടപ്പുറത്തുള്ള ചായക്കടകൾ ഞാൻ രാത്രി ചായ കുടിക്കാൻ വരാറ്. അതിന് മുന്നേ ഞാൻ കോളേജിലേക്ക് വെറുതെ വന്നിട്ടുണ്ട്. എനിക്ക് ഈ കോളേജിലെ മിക്ക ആൾക്കാരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലും പറയാൻ പറ്റില്ല. ഒടുക്കത്തെ ലുക്കാണ്. സത്യം പറഞ്ഞ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഭയങ്കരമായിട്ട് ടയർഡായി. നിങ്ങളും ഓക്കെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവിടുത്തെ എനർജി സീൻ നിങ്ങൾ ആക്ച്വലി പ്രതീക്ഷിച്ചില്ല. ഞങ്ങളിങ്ങനെ ടയർഡൊക്കെ ആയിട്ടാ കോളേജിൽ പോവാം വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഈ കോളേജിൽ എനിക്ക് വരാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ. കാരണം ഞാൻ സ്ഥിരം ഇവിടെ പോകാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ കാണുമ്പോൾ ഒരുപാട് പേരുകളുണ്ടല്ലോ. ആക്ച്വലി ഇങ്ങനെ വരാൻ പറ്റിയാണെങ്കിലും കൊള്ളാം. നിങ്ങൾ അപ്പം പറഞ്ഞു എൻ്റെ ഒരു സിനിമ, അല്ലെങ്കിൽ ഞാൻ ഭാഗമാകുന്ന ഒരു സിനിമ രേഖാചിത്രം ഇറങ്ങുന്നുണ്ട്. ഈ മാസം 9-ാം തീയതി മറ്റന്നാളാണ് റിലീസ് ആവുന്നത്. നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയിട്ട് കാണണം. ഒരുപാട് സസ്പെൻസും ഒരുപാട് സർപ്രൈസും ഉള്ള സിനിമയാണ്. എല്ലാവരും കാണില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഈ നേരത്തെ രണ്ടുപേരും പറഞ്ഞു തന്നെ ജനുവരി 9-ന് സിനിമ. അപ്പൊ അതിനെ പറ്റി രണ്ടാമത് പറയാനുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ സിനിമ ഒരു സസ്പെൻസോ അങ്ങനെ ഭയങ്കര ട്വിസ്റ്റോ ഉള്ള സിനിമയല്ല. പറഞ്ഞ പോലെ ഭയങ്കര സസ്പെൻസോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന അത്ര ഒരു ട്വിസ്റ്റോ സിനിമയിലില്ല. പക്ഷെ നിങ്ങളെ ഭയങ്കര ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു ഡ്രാമ അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് രേഖാചിത്രം. അപ്പൊ പടം തിയേറ്ററിൽ പോയി കാണല്ലേ പ്ലീസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സംസാരിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ഇവര് എല്ലാവരും ആദ്യമായിട്ടാണ് BMCയിൽ വരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം അല്ല.
ഈ കോളേജിലെ ഫെസ്റ്റ് മുതൽ ഞാൻ സ്റ്റുഡന്റ് ആയിരുന്ന സമയം മുതൽ ഇവിടുത്തെ ഫെസ്റ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതാരാന്ന് പറഞ്ഞു തരില്ല. അപ്പൊ ഇവിടെ വരാനും ഈ എനർജി എപ്പോഴും നിങ്ങൾ ഇങ്ങനെ കീപ്പപ്പ് ചെയ്യുന്നത് കാണാനും പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഈ 9-ാം തീയതി വരുന്ന രേഖാചിത്രം വീണ്ടും വീണ്ടും ഞങ്ങൾ പറയുന്നു, തിയേറ്റേഴ്സിൽ വന്ന് കാണുക. ഓക്കെ, ഒരു നല്ല ട്രാക്ക് നമുക്ക് രണ്ടുപേരും തുള്ളിയിട്ട് പോകാം.